ഹായ് ഗൈസ്. സോ മുമ്പത്തെ സെഷനിൽ നമ്മൾ ഈ ഒരു റിക്വയർ റോത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ഇവിടെ ജസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോളോയിൽ നിന്നുള്ള കറണ്ട് യൂസർ ക്വറി നമ്മൾ റൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്ത് വെച്ചു, ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചുള്ളൂ. പിന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാത്തവർക്ക് ലോഗിൻ പേജ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്തിരുന്നു. ഓക്കെ, പക്ഷേ ഇതുവരെ ഒരു സാധാരണ കമ്പോണൻറ്റ് മാത്രമാണ് ഇത്, ഹയർ ഓർഡർ കമ്പോണൻ്റാക്കി നമ്മൾ മാറ്റിയിട്ടില്ല. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. റിക്വയർ കമ്പോണൻറ്റിനെ ഒരു ഹയർ ഓർഡർ കമ്പോണൻറ്റ് ഫംഗ്ഷൻ ആക്കണം. ഓക്കെ, അതായത് ഒരു മറ്റൊരു കമ്പോണൻറ്റ്, ഫോർ എക്സാമ്പിൾ ഡാഷ്ബോർഡൊക്കെ റാപ്പ് ചെയ്തിട്ട് അത് റെൻഡർ ചെയ്യുന്ന മുമ്പ് ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ HOC ഹയർ ഓർഡർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, അതൊരു കമ്പോണൻറ്റ് എടുക്കുന്നു, അതിൽ കുറച്ച് ലോജിക്സ് ഒക്കെ ആഡ് ചെയ്ത ശേഷം പിന്നെ അത് പുതിയ കമ്പോണൻറ്റിനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചേഞ്ചസ് വരുത്തണം നമ്മുടെ കോഡിലിവിടെ. സോ അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്നിട്ട് ഞാനിവിടെ റാപ്ഡ് കമ്പോണൻറ്റ് എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് നമ്മൾ മുമ്പ് കൊടുത്തില്ല എന്ന് പറഞ്ഞു, അതിന് പകരം ഞാനിവിടെ റിട്ടേൺ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇത് റിമൂവ് ഇത് ചെയ്യുന്നു. ഇത് കമ്പോണൻറ്റ് മൗണ്ട്, ഇത് ക്ലാസ്സിൻ്റെ. സോ ഇതിന് കഴിഞ്ഞ ശേഷം ഞാനിവിടെ റെൻഡർ മെത്തേഡ് വിളിക്കുന്നുണ്ട്. റെൻഡർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺ ചെയ്യുന്നു. അത് നമ്മൾ ചെയ്യുന്ന റാപ്പിഡ് കമ്പോണൻറ്റ് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിൽ വരുന്ന പ്രോപ്സും അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നു. ദിസ് ഡോട്ട് പ്രോപ്സ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇതെന്താ എഴുതിയേക്കുന്നത്. സോ നമ്മൾ എക്സ്പോർട്ട് ഡീഫോൾട്ട് റാപ്പിഡ് കമ്പോണൻറ്റ് എഴുതി എന്ന് വെച്ചാൽ ഇവിടെ റിക്വയർ ഓത്ത് ഒരു ഫംഗ്ഷനാക്കി മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്തത്. ഇതിൽ ഡാഷ്ബോർഡ് പോലുള്ള കമ്പോണൻറ്റ് പാസ് ചെയ്യും. എന്നിട്ട് ക്ലാസ് റിക്വയർ റെസ്റ്റൻസ് കമ്പോണൻറ്റ് ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻ്റർ കമ്പോണൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് കമ്പോണൻറ്റ് മോഡിൽ കമ്പോണൻറ്റ് ലോഡായ ഉടനെ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഇവിടെ വെരിഫൈ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ വെരിഫൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓതൻറ്റിക്കേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ #push ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റെൻഡറിൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ പാസ് ചെയ്ത റാപ്പിഡ് കമ്പോണൻറ്റ്, നമ്മുടെ കേസിൽ എക്സാമ്പിൾ ഒരു ഡാഷ്ബോർഡ് തന്നെ, അത് റെൻഡർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ റിട്ടേൺ എഴുതിയിരുന്നു ഇവിടെ GraphQL കറണ്ട് യൂസറായിട്ട് നമ്മൾ റിക്വയർ ഓത്ത് റിട്ടേൺ ചെയ്തു. അപ്പോളോ ക്വറി അറ്റാച്ച് ചെയ്ത് റിക്വയർ ഓത്ത് ക്വറി ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ HOC ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ആക്ച്വലി. ഇനി ഇപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൽ HOC എടുക്കണം, ആക്ച്വലി നമ്മൾ കോൾ ചെയ്യണം ഡാഷ്ബോർഡിലേക്ക്. സോ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ index.js പോവുക. എന്നിട്ട് ഞാനിവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം ആദ്യം റിക്വയർ ഓത്ത്. ഫ്രം കമ്പോണൻസ് റിക്വയർ ഓത്ത്. എന്നിട്ട് റിക്വയർ ഓത്തിനെ ഞാനിവിടെ ഫംഗ്ഷനായിട്ട് വിളിച്ചിട്ട് എന്നിട്ട് ഈ ഡാഷ്ബോർഡ് കമ്പോണൻറ്റ് പാസ് ചെയ്യണം. ഓക്കെ, സോ ഇതിലൂടെ റൗട്ടറിൽ തന്നെ ഡാഷ്ബോർഡ് പ്രൊട്ടക്റ്റഡായി മാറും. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രൗസറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പൈലേഷൻ ചെക്ക് ചെയ്തു, ടെർമിനൽ ചെക്ക് ചെയ്തു, കമ്പൈൽ സക്സസ്ഫുള്ളി ആണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രൗസറിൽ പോയി ഡാഷ്ബോർഡാണ്, ഞാൻ റീലോഡ് ചെയ്ത് നോക്കാം. ലോഗ്ഡിൻ ആണ്, നമുക്ക് ലോഗിൻ ചെയ്യാം. test@dlst.com പാസ്വേഡ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി
ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് റീഡയറക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ എന്താ പറയുക, സ്റ്റിൽ ലോഗ്ഡ് ഇൻ തന്നെയാണ് കാണിക്കുന്നത്. സോ ഇത് ഡാഷ്ബോർഡ് കമ്പോണൻ്റ് തന്നെയാണ് ലോഡ് ചെയ്യുന്നത്. അത് ആക്ച്വലി നമ്മുടെ കേസിൽ നമ്മുടെ ലോഗിൻ ഫോമിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് വർക്കാവുന്നില്ല. സോ ഇവിടുത്തെ എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്തിട്ടും ലോഗൗട്ട് ചെയ്തിട്ടും റിക്വയർ ബിഹേവ് പ്രോപ്പറായിട്ട് വിചാരിച്ച പോലെ നമ്മൾ ചെയ്യുന്നില്ല. കാരണം അപ്പോളോ കൊറിയർ ആസിൻക്രോണസ് ആണല്ലോ. സോ കൊറിയർ റീഡർ ആകുന്ന മുമ്പ് കമ്പോണൻ്റ് റെൻഡർ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നത്. സോ ഇതിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യും, ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.